വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്നിരിക്കാൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറയാം. ദാവീദ് സങ്കീർത്തനത്തിൽ പലപ്പോഴും പറയുന്നു, ഞാനോ കിടന്നുറങ്ങിയ യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. അപ്പോൾ ഭക്തനായിരിക്കുന്ന ദാവീദിന് വലിയ ബോധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊരു വലിയ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയാലും എൻ്റെ കർത്താവ് എന്നെ താങ്ങുന്നത് കൊണ്ടാണ് നാം ഉണർന്നെഴുന്നേൽക്കുന്നതെന്ന്. നമ്മിൽ എത്ര പ്രിയപ്പെട്ടവർക്ക് ആ ബോധ്യമുണ്ട്? ആ ഇരുട്ടുന്നു, വെളുക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതുകൊണ്ട് നാമും ഉണരുന്നു, ഉറങ്ങുന്നു. അങ്ങനെയല്ല. എത്രയോ പ്രിയപ്പെട്ടവർ അവർ ഇന്ന് പ്രഭാതം കാണാതെ കടന്നു പോയപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ ഒരു ദിവസം കൂടി കാണുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ, ഈ ഭൂമിയുടെ മനോഹരത രുചിച്ചറിയുവാൻ ഒക്കെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി, വലിയ വൻകൃപയ്ക്കായി ഇന്ന് പകൽക്കാലവും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു. ദൈവമേ, വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാം ഓരോ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോഴും അധികാലത്തെ ഉണർന്നെഴുന്നേറ്റ് യാഗപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. ദാവീദ് എല്ലാ സമയവും ദൈവമേ എപ്പോഴും യഹോവയെ സ്തുതിക്കുവാൻ, ഏത് കാലത്തും എല്ലായ്പ്പോഴും യഹോവയെ സ്തുതിക്കുവാൻ ദാവീദ് പരിശ്രമിച്ചു. ദാനിയേൽ കർത്താവെ അന്യദേശത്തായിരുന്നിട്ടും, അടിമ ദേശം പോലെ കർത്താവെ മറ്റൊരു ദേശത്തായിരുന്നിട്ടും ദിവസേന കർത്താവെ 3 പ്രാവശ്യം യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നു പ്രാർത്ഥിച്ചു. ദൈവമേ, ഭക്തന്മാരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയെ ഭയപ്പെട്ടും സ്നേഹിച്ചും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവമേ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച് എഴുതപ്പെട്ട വചനത്തിൽ കർത്താവെ മാറ്റമില്ലാത്ത ഒരു പദവിയിൽ അവർ ആയിരുന്നത് പോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഞങ്ങളുടെ ആയുസ്സിലെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും, എവിടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നാലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചത് കൊണ്ട് ഇസഹാക്കിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളുടെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് അവരെ അവിടെ നിന്ന് മാനിക്കുന്നതിനായി നന്ദി. എസ്തറിനെ മാനിച്ച ദൈവം, ദാനിയേലിനെ മാനിച്ച ദൈവം, ദാവീദിനെ മാനിച്ച ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ തലമുറകൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ എല്ലാവരെയും ദൈവമേ അവിടെ നിന്ന് മാനിച്ചുയർത്തണമേ. ദൈവമേ, അവരെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവമുഖത്തേക്ക് നോക്കുന്നവരും യഹോവ ഭക്തിയിൽ തികഞ്ഞവരുമായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ലോകപ്രകാരം പല പദവികളിൽ അവർ ഉയർന്നു വരുമ്പോൾ ദൈവത്തെ വിട്ട് കളയുവാൻ, ദൈവത്തോടുള്ള ഭക്തിയെ ത്യജിച്ച് കളയുവാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിന് അനുരൂപരായി പോകരുതപ്പ. തങ്ങളുടെ തലമുറയെയും അവർ ദൈവ വഴിയിൽ നടത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ലോകം വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ എത്തിയിരിക്കുന്നു. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും സ്വസ്നേഹികളും കർത്താവെ എന്ത് ദുഷ്ടതയും പ്രവർത്തിപ്പാൻ മടിയില്ലാത്തതുമായ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ശാസ്ത്രം വളരെ വേഗത്തിൽ വളർന്ന് സ്വാഭാവികമായിരിക്കുന്ന മാനുഷിക ബുദ്ധികൾക്ക് അതീതമായ രീതിയിൽ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ സത്യമേത് ദൈവമേ മിഥ്യ ഏതെന്നറിയാതെ, തെറ്റേത് ശരി ഏതെന്നറിയാതെ വിവേചനമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളുടെ തലമുറകളുമാകാതെ ദൈവസന്നിധിയിൽ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് കർത്താവെ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും ഞങ്ങളെ തെറ്റിച്ച് കളയരുത്, ആരും ഞങ്ങളെ ചതിക്കരുത്, പിശാച് ഞങ്ങളെ വഞ്ചിക്കരുത്, പിശാച് ഞങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് ദൈവമേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പേര് പറഞ്ഞ് ദൈവമേ അവർക്കായി പ്രാർത്ഥിക്കുന്നു. രമ സിസ്റ്ററിനെ ഓർക്കുന്നു, ഡേസി സിസ്റ്ററിനായി, സരസ്വതി സിസ്റ്ററിനായി, ഷാജു എന്നൊരു ബ്രദറിനായി, ബിന്ദു സിസ്റ്ററിനായി, കർത്താവെ സീനത്ത് സിസ്റ്ററിനെ, അനിത സിസ്റ്ററിനെ ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലപ്പോഴും മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളിലൊന്നും മാറ്റമില്ലെങ്കിലും കർത്താവ് അവരെ
സ്നേഹിക്കുന്നതിനായി നന്ദി കർത്താവ്. അവരെ മാറോട് ചേർക്കുന്നതിനായി നന്ദി. അവരുടെ ബലഹീനതകളിൽ അവിടുന്ന് തുണ നിൽക്കുന്നതിനായി നന്ദി കർത്താവെ. അവരുടെ മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൂസൻ സിസ്റ്ററിനെ ഓർക്കുന്നു കർത്താവെ. തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. വിവാഹ ജീവിതത്തിനായി മക്കളുടെ വിവാഹ ജീവിതത്തിൽ തടസ്സം മാറുവാനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അബ്രഹാം എലയാസറിനെ പറഞ്ഞു വിട്ട് ഇസഹാക്കിന് വേണ്ടി റബേക്കയെ ദൈവമേ കരുതിയതുപോലെ കർത്താവേ ദിവസങ്ങളിൽ ദൈവം അയച്ചിട്ട് പലരും കടന്നു വന്ന് ദൈവമേ ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചില കുടുംബങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന ചില കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പിശാച് വച്ച കെണിയിൽ അവർ പോലും അറിയാതെ അവർ പോലും വിചാരിക്കാതെ ദൈവമേ അവരെ പലതരത്തിൽ തെറ്റിച്ച് ഭിന്നതയിട്ട് കലഹങ്ങൾ ഉണ്ടാക്കി കേസിലിൻ്റെ കുടുക്കുകളിലൊക്കെ അകപ്പെടുത്തിയിരിക്കുന്ന ദൈവമേ ആ ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് കർത്താവേ പിശാചിൻ്റെ ആ പ്രവൃത്തികളിൽ നിന്ന് ആ കുടുംബങ്ങളെ വിടുവിക്കണമേ അപ്പ. കർത്താവേ ഞങ്ങളുടെ ദേശത്തിൻ്റെ അതിർത്തികൾ കാക്കുന്ന ദൈവമേ ഞങ്ങളുടെ സൈനികർക്കായി പ്രാർത്ഥിക്കുന്ന പച്ച മഞ്ഞിലും മഴയിലും വെയിലിലും കർത്താവെ അവർ അതിർത്തികളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ശത്രുവിൻ്റെ സൈന്യങ്ങളിൽ നിന്ന് അവർ നേരിടുന്ന ദൈവമേ ബുദ്ധിമുട്ടുകൾ പലർക്കും ജീവനെ പോലും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിലെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ ദൈവമേ അങ്ങ് അവരെ സഹായിക്കണമേ. നല്ല ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകട്ടെ. കൈക്കൂലിക്കും അഴിമതിക്കും ഒന്നും കർത്താവെ വശംവദരാകാത്ത ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി കർത്താവെ ഓരോരുത്തരും അത്യധ്വാനം ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. യുദ്ധങ്ങൾ നീങ്ങിപ്പോകട്ടപ്പാ. ദൈവിക സമാധാനം വരട്ടെ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില ആസ്മാറ്റിക് കംപ്ലയിൻസുകൾ, ചില അലർജികൾ, ശ്വാസകോശ സംബന്ധമായിരിക്കുന്ന അലർജികൾ, പൊടിയോടുള്ള അലർജി കർത്താവെ, ചില സ്ഥലങ്ങളിൽ ദൈവമേ കടന്നു പോകുമ്പോഴുള്ള അലർജികൾ കർത്താവെ, ഫുഡിൻ്റെ അലർജി, അങ്ങനെ പലതരത്തിൽ കർത്താവെ പലപ്പോഴും ആവർത്തിച്ച് വരുന്ന ത്രോട്ട് ഇൻഫെക്ഷനുകൾ, ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരിലേക്ക് യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കിടരോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങൾ തളർന്നു പോയിരിക്കുന്നവർ, നട്ടലിൻ്റെ പ്രയാസം കർത്താവെ, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യമാകട്ടെ. സർജറികൾ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് വേഗത്തിൽ രോഗക്കിടക്കകൾ വിട്ടെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവിക ശക്തി കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളിൽ തന്നെ സ്വാർത്ഥരായി പോകാതെ മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥന പോരാളികളാക്കി തീർക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ ദൈവം മോശ മുഖേന കൽപ്പിച്ചാക്കിയ നിയമപ്പെട്ടകം ഏറ്റവും വിലയേറിയതായിരുന്നു. ആ നിയമപ്പെട്ടകം ഇരിക്കുന്ന സ്ഥലത്താണ് അവർ ദൈവത്തെ ആരാധിക്കുവാനായി കൂടി വന്നിരുന്നത്. ആ ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ഏലി പുരോഹിതൻ്റെ, ശമൂവേൽ ബാലനായിരിക്കുമ്പോൾ ഏലി പുരോഹിതൻ്റെ കാലത്ത് ഫിലിസ്ത്യർ വന്ന് ഈ നിയമപ്പെട്ടകത്തെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ ദേശത്ത് കൊണ്ടുവച്ചിരുന്നു. പിന്നീട് ശൗലിനും ശേഷം ദാവീദ് രാജാവായി വരുമ്പോൾ ദാവീദിന് ഇതിനെക്കുറിച്ച് ഭയങ്കര ഭാരം. കാരണം അത് അന്യദേശത്തിരുന്നാൽ പോരാ, നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം. യെരുശലേമിലാണ് അതിരിക്കേണ്ടത്, യെരുശലേമിൽ കൊണ്ടുവരണമെന്ന് ദാവീദ് ദാഹത്തോടുകൂടി ഓർത്തു. അങ്ങനെ അവർ ആ സ്ഥലമെല്ലാം ഒരുക്കി നിയമപ്പെട്ടകം കൊണ്ടുവരികയാണ്. ഫിലിസ്തീൻ്റെ ദേശത്ത് നിന്ന് ഒരു കാളവണ്ടിയിൽ വച്ച് ആ നിയമപ്പെട്ടകത്തെ കൊണ്ടുവരുമ്പോൾ ഉസ എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു അത് ഓടിച്ചു കൊണ്ടിരുന്നത്. ഒരിടത്തെത്തി കാള വിരണ്ടു, നിയമപ്പെട്ടകം മറിഞ്ഞപ്പോൾ അത് ഓടിച്ചു കൊണ്ടിരുന്ന ഉസ ആ നിയമപ്പെട്ടകത്തിൽ പിടിക്കുകയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വന്ന് അവന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അത് കണ്ട് ദാവീദ് വല്ലാതെ ഭയപ്പെട്ടു, ദൈവത്തെ വല്ലാതെ. കാരണം അത്ര ആഗ്രഹത്തോടു കൂടി നിയമപ്പെട്ടകം കൊണ്ടുവന്നിട്ട് ആ ഉസ ഒന്ന് തൊട്ടുടനെ അവൻ മരിച്ചു വീഴുവാൻ തക്കവണ്ണം അതിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ശക്തിയെ ദാവീദ് വല്ലാതെ ഭയപ്പെട്ടു. അവിടെ നിന്ന് ദാവീദ് തൻ്റെ കൊട്ടാരത്തിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ സ്ഥലത്തേക്ക് നിയമപ്പെട്ടകം കൊണ്ടുപോകാതെ ഓബേദ് എദോമിൻ്റെ വീട്ടിലേക്ക്
അതിനെ കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അവിടെ ആ നിയമപ്പെട്ടകം 3 മാസക്കാലം ഇരിക്കുമ്പോൾ ദാവീദിൻ്റെ കൊട്ടാരത്തിലിരുന്നു അറിഞ്ഞു ആ നിയമപ്പെട്ടകം ഒബേദെദോമിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് മുഖേന ദൈവം ഒബേദെദോമിനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്ന്. അവനെ അനുഗ്രഹിച്ച ആ വാർത്ത അറിഞ്ഞ് പിന്നത്തേതിൽ ദാവീദ് ദൈവം ലേവ്യ പുസ്തകത്തിൽ കൽപ്പിച്ചാക്കിയ നിയമപ്രകാരം പുരോഹിതന്മാർ തോളിലെടുത്ത ആ നിയമപ്പെട്ടകത്തിനെ പിന്നത്തേതിൽ കൊണ്ടുവന്നു. നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒബേദെദോമിൻ്റെ ഭവനത്തിൽ ആ പെട്ടകം ഇരുന്ന് ഒബേദെദോമിനെയും ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ച് ആ ശ്രുതി കൊട്ടാരത്തിൽ അറിഞ്ഞതുപോലെ ഇന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് അടുത്തു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കേൾക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഇടവരുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ ലജ്ജിക്കരുത്, വചനം വായിക്കുന്നതിൽ ഉറക്കെ വായിക്കുന്നതിൽ ലജ്ജിക്കരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ഒരു പൈതലായിരിക്കാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കരുത്. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകളെ ദൈവം നിശ്ചയമായും മാറ്റി നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അതിനായി ഒരിക്കലും തളർന്നു പോകാതെ ഉത്സാഹത്തോടു കൂടി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.